മൂപ്പരാടുണ്ട് കേട്ടോ. കാര്യമായിട്ട് എന്താ വാങ്ങണേ? കാര്യമായിട്ട് വാങ്ങാണ്ട് നാട്ടിലെ മുതലാളിയല്ലേ. വാ പ്രശ്നേട്ടാ, നമസ്കാരം. എല്ലാരും ഉണ്ടല്ലോ. ഉത്സവായില്ലേ? കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെയല്ല. എന്താ ഉത്സവല്ലേ? ഉത്സവമുണ്ട്. 3 ആന, 101 ആളെ മേളം. മേടിക്കട്ടു. നിങ്ങളൊരു 10,000 ഉറുപ്പ്യെങ്കിലും തരണം. ഓ, 10,000 അല്ല, 20,000 ഉറുപ്പ്യ ഞാൻ തരും. എഴുതിക്കോ. എഴുതല്ല, ഞാൻ പറയുന്നേക്ക്. ആദ്യം ഈ 3 ആനേനെ കൊണ്ടുവരാനുള്ളത് നമ്മൾ ഉപേക്ഷിക്കണം. ആനയെ ഒഴിവാക്കാം. ഒഴിവാക്ക്. പിന്നല്ലാണ്ട് അത് ആനയില്ലാണ്ട് ഉത്സവം നടത്താൻ പറ്റൂലേ? അതിപ്പോ എടോ, ഈ കാട്ടിൽ കിടക്കുന്ന സാധനത്തിനെ അതിനൊട്ടും പറ്റാത്ത ശബ്ദത്തിന്റെ, ബഹളത്തിന്റെ, തീപ്പന്തത്തിന്റെ ഒക്കെ ഇടയിൽ കൊണ്ടുപോയിട്ടിട്ട് അതിന്റെ ചുവട്ടിൽ വന്നിട്ട് എത്രയാളെ മേള? 101 ആളെ മേളം. അശോക, ഇക്കൊല്ലം തുടങ്ങിയിട്ട് ഇത്ര ദിവസത്തിനുള്ളിൽ എത്ര എടുത്താടോ ആന അടഞ്ഞിട്ട് ആൾക്കാർ മരിച്ചോണ്ട്? എന്നിട്ട് നിങ്ങളൊന്നും പഠിച്ചിട്ടില്ല. ഇനി ആനേനെ കൊണ്ടുവന്നിട്ട് തന്നെ ഞങ്ങൾ ഉത്സവം നടത്തുന്നുണ്ടെങ്കിൽ ഞാനും എന്റെ വീട്ടുകാരും ഇല്ല. ഞങ്ങൾക്ക് ജീവനിലെ ലേശം കൊതിയുണ്ട്. അതിപ്പോ ആന ഇല്ലാണ്ട് ആന ഇല്ലാണ്ടോ? ആന ഇല്ലാണ്ട് എത്ര നാളത്തെ ഉത്സവം നടക്കുന്നുണ്ട്? എന്തെങ്കിലും പ്രശ്നമുണ്ടാ? നിങ്ങളൊരു ആവേശത്തിന് ഇതെല്ലാം ചെയ്യൂ. നമ്മളെ ആരെങ്കിലും വീട്ടിൽ ഒരാളെ ആന ചവിട്ടി കൊന്നു കഴിഞ്ഞാൽ ഈ ആവേശം നിങ്ങൾക്ക് ഉണ്ടാവുക? അവനോട് നഷ്ടപ്പെടുമ്പോഴേ മനസ്സിലാവുള്ളൂ. നിങ്ങൾ ആദ്യം തീരുമാനിക്കും, ആന വേണോ നാട്ടുകാർ വേണോ? കാട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ആന ആന തന്നെയാണ്. അതാ മൃഗത്തിന്റെ സ്വഭാവം കാണിക്കും. എന്തായി നോക്കിക്കുന്നത്? പുത്തമ്പുരെ പ്രസന്ന അടഞ്ഞു നിൽക്കുക. ഇറങ്ങിക്കോ.